അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങി നമ്മൾ ഹനുമാൻഗഡി പോവുകയാണ്. പിന്നെ പൊതുവെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ഹനുമാൻ സ്വാമിനെ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ വണ്ടി എടുക്കണില്ല, ഈ റിക്ഷയിലാണ് പോകുന്നത്. ഇവിടെയുള്ള റോഡൊക്കെ ശരിക്കും കാരണം അത്രയും സ്ഥലമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിലും പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ഈ സംഭവം ആകുമ്പോൾ ചെറിയ ഗലിയിൽ കൂടെ അങ്ങ് പോയിക്കോളും. പിന്നെ ഹനുമാൻ സ്വാമി ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പടയാളികൾ മൊത്തം ഇവിടെ തന്നെ ഉണ്ട്. മൊത്തം കുരങ്ങന്മാരാണ് സത്യം. ഞങ്ങൾ എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ്, ലെഫ്റ്റ് റൈറ്റ് മൊത്തം കുരങ്ങന്മാർ. ഇവിടെ ചുറ്റിലും നമുക്ക് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ. എന്താ ഏതാണെന്നൊന്നും അറിയില്ല, അത് അവിടെയൊക്കെ ഉണ്ട്. പിറകില് വീൽ ചെയർ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ട്. അത് അവിടെ കാണുന്നതാണ് ക്ഷേത്രം. അപ്പം ഇവിടെ തന്നെ നല്ല റഷാണ്. പിന്നെ എൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. മെയിൻലി ഹനുമാൻജീൻ്റെ കളർ ഈ യെല്ലോ ഓറഞ്ച് അല്ലേ, രണ്ട് സൈഡിൽ ഫുള്ള് യെല്ലോ ഓറഞ്ച് ആണ്. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റി അവിടെ. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം വാങ്ങിക്കട്ടെ, കുടിക്കാം. ബേട്ടാ एक बोतल पानी देना. 10ാം നൂറ്റാണ്ടിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി രാവണനെ വധിച്ചതിന് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു വന്നപ്പം ഹനുമാൻ സ്വാമി താമസിച്ചിരുന്ന സ്ഥലമാണിത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജനി ദേവിയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞു ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പോയി കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. നമ്മൾ ഈ എൻട്രൻസിന്റെ രണ്ട് സൈഡിലും നിറയെ പ്രസാദത്തിന്റെ ഷോപ്സ് ആണ്. ഇവിടുന്ന് നമ്മൾ പ്രസാദം വാങ്ങിച്ചിട്ട് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പൂജിച്ച് തരും. ആ കാണുന്ന പടി കണ്ടോ, 76 പടികളുണ്ട് അവിടെ. ഈ 76 പടികൾ കയറിയിട്ട് വേണം മുകളിൽ പോയിട്ട് ഹനുമാൻ സ്വാമിനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് അയോധ്യ സാമ്രാജ്യം ഹനുമാൻ സ്വാമി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് കാണിച്ച ശരിക്കും ഇവിടെ ഹനുമാൻ സ്വാമിന്റെ സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല നല്ല റഷാണ് കേട്ടോ അവിടെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ 76 പടികൾ. ഇത് നല്ല റഷാണ്, പക്ഷെ എന്നാലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇവിടെ. നമ്മളിവിടെ മേലെ എത്തി. ഇനിയും അങ്ങോട്ടേക്ക് പോയാലേ ദർശനമുള്ളൂ. ഇവിടെയും ക്യൂ ആണ്, ഇവിടെ റഷാണ്. ഹനുമാൻ സ്വാമിന്റെ ഈ മൊത്തം സ്റ്റോറി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭവാനി ദുർഗ, ശ്രീ നൃസിംഹ മന്ദിർ, ശ്രീ സങ്കടമോചൻ, ശ്രീ ഹനുമാൻജി. ഓക്കെ, ഇത് ഹനുമാൻജീൻ്റെ തന്നെയാണ്. ഇത് ക്ഷേത്രം മുഴുവൻ UP പോലീസിന്റെ കൺട്രോളിലാണ്. ഫുൾ സെക്യൂരിറ്റി ആണ്. പക്ഷെ റഷ്യൻ്റെ ഇടയ്ക്ക് ഇവർ ഇവിടുന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഇതൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. വരണം കേട്ടോ, എന്തായാലും നല്ല റഷാണ്, ബുദ്ധിമുട്ടൊക്കെയാണ്, പക്ഷെ വരണം, നല്ലൊരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ ഹനുമാൻഗഡിയിൽ ദർശനമൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇനി ഇവിടെ അടുത്ത് തന്നെ എന്താണ് രാംകി പേടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണുള്ളത്.